വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ നോമിനേഷൻ സ്വീകരിക്കാതെ വന്നതോടെ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ 2020 സ്ഥാനാർത്ഥി വിജയലക്ഷ്മി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. ഇന്നലെ രാവിലെ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെത്തിയ വിജയലക്ഷ്മിയുടെ നോമിനേഷൻ സെക്രട്ടറി സ്വീകരിക്കാൻ വിസമ്മതിച്ചതോടെ വിജയലക്ഷ്മി പഞ്ചായത്തിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. നമുക്ക് കോടതിയുണ്ട്, എല്ലാവരും നമുക്ക് എതിർക്കാൻ സാധിക്കില്ല. എല്ലാ അനീതിക്കും ഒരു അറുതിയുണ്ട്. വിജയ് ഇതുവരെ പിടിച്ചു നിന്നില്ലേ, തകരരുത്. ഈ പറയുന്ന 4-5 പേരല്ല നാടിൻ്റെ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ താമസക്കാരിയായ വിജയലക്ഷ്മി വീടിന്റെ പുനർനിർമ്മാണം നടക്കുന്നതിനാൽ 8 മാസമായി 1 കിലോമീറ്റർ അകലെയുള്ള 14ാം വാർഡിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. 11ാം വാർഡിലെ തന്റെ സ്വന്തം വീട്ടിലും വിജയലക്ഷ്മി താമസിക്കാറുണ്ട്. ഇടതുപക്ഷ പിന്തുണയുള്ള ശശികുമാർ തോട്ടുപുറം എന്ന വ്യക്തി നൽകിയ പരാതിയെ തുടർന്നാണ് അവസാന നിമിഷം തന്റെയും കുടുംബത്തിന്റെയും പേരുകൾ 11ാം വാർഡിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കിയതെന്നും വിജയലക്ഷ്മി ആരോപിക്കുന്നു. ഈ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച വിജയലക്ഷ്മിക്ക് കോടതി നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലാ കളക്ടർ നടത്തിയ ഹിയറിംഗിൽ അനുകൂലമായ ഉത്തരവാണ് ലഭിച്ചത്. നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്ന 14ാം വാർഡിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വിജയലക്ഷ്മിയുടെയും ഭർത്താവിന്റെയും പേര് ഉൾപ്പെടുത്തണമെന്ന് കളക്ടർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ പേരുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകാത്തതിനാൽ നോമിനേഷൻ സ്വീകരിക്കാൻ സാധിക്കില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിലപാട്. ഇതിനായി ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടിവരുമെന്നും പേരില്ലാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്നും സെക്രട്ടറി വ്യക്തമാക്കി. ഇതോടെ കോടതി അനുകൂല വിധിയുണ്ടായിട്ടും സ്വന്തം മത്സരാവകാശം തന്നെ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് വിജയലക്ഷ്മി. ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീൽ നൽകുമെന്നവർ പറഞ്ഞു. പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണെന്നും 11ാം വാർഡിൽ 2020 വിജയിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഇടപെടലുകൾ തുടങ്ങിയതെന്നും 2020 കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് ആരോപിച്ചു. തീരുമാനമെടുത്തത് 11, 12, 14ാം വാർഡിൽ വാടക റെസീറ്റുണ്ട്. ഇതെല്ലാം ആണെന്നുണ്ടെങ്കിലും 14ാം വാർഡിലോട്ട് വോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. കളക്ടർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്, അപ്പോൾ കുഴപ്പമില്ലോ, നിങ്ങൾക്ക് കയറിയാൽ മതിയല്ലോ, 14ാം വാർഡിൽ കൊടുക്കാനായിട്ട് ഞാൻ ഓർഡർ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ കൊടുത്തത്. ഇപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ലെറ്റർ കിട്ടിയിരിക്കുന്നു, ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. സെക്രട്ടറിയുടെ വാദം ഇത് തന്നെയാണ്. ഇന്ന് ഇത് നടക്കില്ല, അതുവരെ നോമിനേഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രതിനിധിയുടെ നോമിനേഷൻ തള്ളിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിലെ മൗലിക അവകാശമല്ലേ വോട്ട് ചെയ്യുക എന്നുള്ളത്? 25 കൊല്ലമായിട്ട് താമസിക്കുന്ന എല്ലാ ഡോക്യുമെൻ്ററി പ്രൂഫും തെളിവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അഡ്രസ്സിൽ നിന്ന് ഒരു കാൻഡിഡേറ്റിന് നോമിനേഷൻ കൊടുത്തിട്ട് ഇലക്ഷനിൽ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ എന്ത് ജനനീതിയാണ് ഇവിടെ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. വോട്ട് ചെയ്യാനോ സാധിക്കുന്നില്ല, കാൻഡിഡേറ്റായിട്ട് നിൽക്കാനും സാധിക്കുന്നില്ല. ഇതെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചനകളും ഗുണ്ടായിസമാണ്. ഇതിനെല്ലാം തുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പറയുന്ന ബ്യൂറോക്രസി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും ഇത് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു കാട്ടുനീതിയായിട്ട് തന്നെ ഇതിനു വേണ്ടി പറയേണ്ടി വരും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം 200ഓളം വീടുകളിൽ വിജയലക്ഷ്മി പ്രചാരണം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ ടൈം, മാള.